ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെയും അതുപോലെ ഫിലോഡൻഡ്രോൺ വെറൈറ്റീസിൻ്റെയും കോമ്പോസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് നോക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ കൊറിയറിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഇന്ന് കൊറിയർ അയക്കുവാണെങ്കിൽ നാളെ കൊറിയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ നിങ്ങൾ വിട്ടു പോകരുത്. കാരണം നമ്മുടെ പ്ലാന്റ്സ് ആയതുകൊണ്ട് മറ്റ് സാധനങ്ങൾ പോലെയല്ല, പ്ലാന്റ്സ് ആയതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ അറിയിച്ചാൽ മാത്രമേ നമുക്കത് DTDCയിൽ വിളിച്ച് അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് കസ്റ്റമറിൻ്റെ കയ്യിലെത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ചില കസ്റ്റമേഴ്സ് വിട്ടുപോകും. അപ്പോൾ ചിലപ്പോൾ DTDCയിൽ എന്തെങ്കിലും പ്രോബ്ലം കാരണമാണെങ്കിൽ ഞാൻ അറിയില്ല. കാരണം നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സിന് കൊറിയർ അയക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽ നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഉടനെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് കൊടുക്കും. ഇനി അഥവാ ഞാൻ അയച്ചില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നോട് ചോദിച്ചാൽ മതി, ഞാനപ്പോൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റാണ്. ഇതൊരു ബേബി പ്ലാന്റ് തന്നെയാണ്. ഇത് അലോക്കേഷ്യ വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ബാമ്പിനോ എന്നാണ്. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. 60 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് വെറൈറ്റിയാണ്. തായ് പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഈ പ്ലാന്റ് മെച്യൂർഡ് ആവും തോറും നല്ല പിങ്ക് ലീഫ് മാത്രം നല്ലൊരു വെറൈറ്റി അഗ്ലോണിമയാണിത്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും. ഇത് സീഡ്ലിങ്ങിലും കുറച്ചും കൂടി വലിപ്പം വെച്ച പ്ലാന്റാണ്. ഇതൊരു നെറ്റ് പോട്ടിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും. ഈ ഒരു പ്ലാന്റൊക്കെ പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ പ്ലാന്റ് പെട്ടെന്ന് വലുതാവുകയും ചെയ്യും. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കോംബോയിൽ ഫസ്റ്റ് പ്ലാന്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സീഡ്ലിംഗ് പ്ലാന്റാണ്. ഇത് നമ്മുടെ എമറാൾഡ്, പിങ്ക് എമറാൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല റേറ്റുള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ടൈപ്പ് പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ സൈസും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മുടെ കയ്യിൽ റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മളിതൊരു കോംബോയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിന് നമ്മുടെ കയ്യിൽ റേറ്റ് വരുന്നത് 400 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സീഡ്ലിംഗ് ടൈപ്പ് പ്ലാന്റ് ആയിരിക്കും ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത്. നല്ല 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 അടിപൊളി ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്. ഈ ഒരു പിങ്ക് എമറാൾഡിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് ഈ ഒരു സൈസായിരിക്കും. ഈ ഒരു പ്ലാന്റിന് 400 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് വെറൈറ്റിയാണ്. ഇത് ഒരു സീഡ്ലിംഗ് ടൈപ്പ് പ്ലാന്റിനേൽ കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും പ്ലാന്റിന്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ നമ്മൾ സിംഗിളായിട്ടൊക്കെ വാങ്ങിക്കണമെങ്കിൽ എങ്ങനെ വന്നാലും 180 ഒക്കെ റേറ്റ് വരും. നമുക്ക് ഈ ഒരു കോംബോയിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്ലാന്റ്സും അഗ്ലോണിമയുടെ എല്ലാ വെറൈറ്റീസും കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ അത് ഒരു ലാഭം തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് വെറൈറ്റിയാണ്. ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റാണ്. ഈ ഒരു കളർ കയറി വരുന്ന പ്ലാന്റ്സിന് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. നല്ല റേറ്റ് കൊടുത്തിട്ട് തന്നെയാണ് കളറുള്ള പ്ലാന്റ് കസ്റ്റമർ വാങ്ങിക്കുന്നത്. കാരണം ഇപ്പോൾ സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ് തന്നെയാണെങ്കിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ കളർ കുറഞ്ഞതുകൊണ്ട് നല്ല കളറുള്ള റെഡ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ഉള്ളത്. ചില കസ്റ്റമേഴ്സ് അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ റേറ്റ് കൂടുതൽ വരാറുണ്ട്. അപ്പോൾ കളറുള്ള പ്ലാന്റ്സിന് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കളറുള്ള പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് കൊടുത്തിട്ട് തന്നെയാണ് എല്ലാവരും വാങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോംബോയിൽ വാങ്ങിക്കുമ്പോൾ വളരെ റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇതുപോലെ നാരോ ലീഫ് വരുന്നൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇതുപോലെ ഒരു യെല്ലോയും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. സ്റ്റെം നല്ല വൈറ്റും ഒരു യെല്ലോ കൂടിയൊരു കളറാണ്. അപ്പോൾ നമ്മുടെ സാധാരണ റൈസ് ലീഫിൻ്റെ പ്ലാന്റും ഈ ഒരു കോംബോയിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. റൈസ് ലീഫിനേലും കുറച്ചും കൂടി നീളം വരുന്നൊരു ലീഫാണ് ഇതിൻ്റെ. കുറച്ചും കൂടി നീളം വരുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ലീഫും കൂടിയാണ്. നല്ലൊരു നാരോ ആയിട്ട് കുറച്ച് നീളം വെക്കുന്നൊരു ലീഫാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റൊന്നും നമുക്കങ്ങനെ എപ്പോഴും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കോംബോ ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ പ്ലാന്റ്സിൻ്റെ സൈസും ഡീറ്റെയിലൊക്കെ മനസ്സിലാവുള്ളൂ. ഞാനതെടുത്ത് പറയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്നത് റൈസ് ലീഫിൻ്റെ പ്ലാന്റാണ്. ഇതാണ് നമ്മുടെ വൈറ്റ് സ്റ്റെം വരുന്ന റൈസ് ലീഫ്.
ഇതുപോലെ ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ കാണാനും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റൈസ് ലീഫിൻ്റെ പ്ലാന്റും മറ്റേ നമ്മൾ ആ നേരത്തെ തൊട്ട് മുമ്പ് കാണിച്ച റൈസ് ലീഫിൻ്റെ പ്ലാന്റുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഇത് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, കുറച്ചും കൂടി വലിപ്പം കൂടുതലാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നമ്മൾ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്സ് നല്ല റേറ്റ് കൊടുത്തൊക്കെ വാങ്ങിച്ചവരുണ്ട്. ഞാനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് 700 ഒക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പർ വൈറ്റിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ്സ് ഇറങ്ങുന്നതുകൊണ്ട് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ നമ്മൾ ഏകദേശം 250-200 ഒക്കെ കൊടുത്ത് വാങ്ങിക്കണം. അത്ര ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ഇത്രയും വലിപ്പമുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. നല്ല വൈറ്റ് ലീഫ് വരും, അതുപോലെ തന്നെ ഔട്ട്ലൈൻ മാത്രം നല്ല ഗ്രീനും, അതുപോലെ ഫുള്ള് വൈറ്റ് ലീഫ് വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു സൈസായിരിക്കും സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ ഒരു കുറച്ച് നീളൻ ലീഫുകളാണ്. അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ പിങ്കും അതുപോലെ തന്നെ ഒരു യെല്ലോയും റെഡുമാണ് ഷെയ്ഡ് വരുന്നത്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കോംബോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോംബോയിൽ 13 പ്ലാന്റ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 13 പ്ലാന്റ്സിന് വളരെ റേറ്റ് കുറവ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ അതെടുത്ത് പറയുകയാണ്. എന്നാലേ ലാസ്റ്റത്തെ നമ്മുടെ സ്ക്രീൻ മാത്രം കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓർഡർ ചെയ്യരുത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ട് പ്ലാന്റിൻ്റെ സൈസും കൂടി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ കൺഫേം ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു യെല്ലോയും വൈറ്റും ഒരു ലൈറ്റ് ഗ്രീനും ഷെയ്ഡ് വരുന്നൊരു അഗ്ലോണിമയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇതൊരു സിൽവർ ഷെയ്ഡ് വരുന്ന അഗ്ലോണിമയാണ്. ഇത് നമുക്ക് എപ്പോഴും കിട്ടാറില്ല അങ്ങനെ ഈ ഒരു വെറൈറ്റി. ഇതുപോലെ നല്ല സിൽവർ ഷെയ്ഡ് വരും. സ്റ്റെമ്മ് നല്ല റൗണ്ടിൽ നല്ല ഉരുണ്ട സ്റ്റെമ്മുകളായിരിക്കും അത്. എന്നിട്ട് കുറച്ച് നീളം വെച്ചിട്ടാണ് ഇതുപോലെ ലീഫ് വരുന്നത്. നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണ്. ഡാർക്ക് ഗ്രീൻ സ്റ്റെമ്മിൽ ഇതുപോലെ സിൽവർ ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞ അഗ്ലോണിമ പ്ലാന്റാണ്. ഇതുപോലെ നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരും പ്ലാന്റിന്. ഫസ്റ്റ് ഒരു പിങ്ക് ലീഫായിരിക്കും, പിന്നെ പ്ലാന്റ് മെച്യൂർഡ് ആകും തോറും ലീഫിന് നല്ലൊരു റെഡ് ഷെയ്ഡ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് ചെയ്യുക പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം കുറേ കസ്റ്റമർ മെസ്സേജ് അയക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാന്റ് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും കസ്റ്റമറിന് പിന്നീട് നമ്മൾ മെസ്സേജ് അയച്ചാൽ അവർ റിപ്ലൈ ഒന്നും തരില്ല. പിന്നെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വേണ്ട പ്ലാന്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പ്ലാന്റ്സ് മാറ്റി വെക്കുമ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ 10 പ്ലാന്റിൻ്റെ സ്റ്റോക്കാണ് ഉള്ളതെങ്കിൽ നമ്മളത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾഡ് ഔട്ട് പറയും. അപ്പോൾ പിന്നീടുള്ള കസ്റ്റമേഴ്സ് വരുമ്പോൾ സോൾഡ് ഔട്ട് പറയുകയും ചെയ്യും. ഈ കസ്റ്റമറിന് പ്ലാന്റ് വേണ്ടാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റാണ്. ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റിനും അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് ഒരു പിങ്കും അല്ല റെഡും അല്ല, നല്ലൊരു ബ്ലാക്ക് കൂടി ഒരു മെറൂൺ ഷെയ്ഡായിട്ട് വരും പ്ലാന്റ് മെച്യൂർഡ് ആവും തോറും. അപ്പോൾ ഇതിൻ്റെ സീഡ്ലിംഗ് സൈസ് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു നാരോ ലീഫ് വരുന്നൊരു സിൽവറും ഒരു ഗ്രീനും ഷെയ്ഡും വരുന്ന അഗ്ലോണിമയാണ്. ഇതിൻ്റെ സ്റ്റെമ്മ് നല്ല വൈറ്റ് സ്റ്റെമ്മാണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന അഗ്ലോണിമ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നല്ലൊരു സിൽവറും ഒരു ഗ്രീനും ഷെയ്ഡ് വരുന്ന അഗ്ലോണിമയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പ്ലാന്റ്സാണ് നമ്മുടെ കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. 13 പ്ലാന്റ്സിൻ്റെ വെറൈറ്റിക്ക് വെറും 1490 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ നല്ലൊരു ഹാർട്ട് ഷേപ്പ് വന്നിട്ട് ഒരു സിൽവർ ഹാർട്ടും കൂടി അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു പ്ലാന്റിന് പെട്ടെന്ന് ഷൂട്ട്സ് വരികയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഭംഗിയുമാണ് നിൽക്കുന്നത് കാണാനായിട്ട്. ഇതുപോലെ നല്ല രസമായിട്ട് നിൽക്കും. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് വെറൈറ്റിയാണ്. ഇത് ഹാർട്ട് ഷേപ്പല്ല, ഹാർട്ട് പോലെയൊക്കെ വരുന്നൊരു ഷേപ്പാണ്. ഈ ഒരു ടൈപ്പാണ് ലീഫ് വരുന്നത്. ഈ ഒരു സൈസ് ബുഷായിട്ട് നിൽക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്.
ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ നന്നായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. അധികം വെയിലൊന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ 2 പ്ലാന്റാണ് നമ്മുടെ നെക്സ്റ്റ് കോംബോയിൽ വരുന്നത്. ഈ 2 പ്ലാന്റിനും കൂടി കോംബോ റേറ്റ് വരുന്നത് 290 ആണ്, 290 രൂപ. നെക്സ്റ്റ് വരുന്നത് ഹോയ വെറൈറ്റിയാണ്. അപ്പോൾ ഹോയ വെറൈറ്റി ചോദിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം എല്ലാവർക്കും ഹാങ്ങിങ് പ്ലാന്റ്സ് ഇഷ്ടമാണ്. പക്ഷേ ഫ്ലവർ ഉണ്ടാകുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ഹോയ. ഇതിൻ്റെ അകത്ത് നല്ല ഭംഗിയുള്ള, ഇതിൻ്റെ ലീഫ് തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ നല്ല ചുരുണ്ടിരിക്കുന്ന ലീഫാണ്. അതുപോലെ അതിൻ്റെ അകത്ത് കുറച്ച് ഹാങ് ആയിട്ട് വന്നിട്ട് ഫ്ലവറും കൂടി ഇടുമ്പോൾ നല്ല രസമായിരിക്കും. നല്ല ഫ്ലവർ ഇടുന്നൊരു വെറൈറ്റി കൂടിയാണ് ഹോയ. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഹോയയുടെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. ഈ ഹോയയുടെ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസൊക്കെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മളിത് ചെറിയ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് ഹാങ് ചെയ്തിട്ട് ഇതുപോലത്തെ റൗണ്ടിൽ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കും. നല്ല വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന്, അതായത് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റാണ് 200 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹോയയുടെ തന്നെ ഒരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇതിലും നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് വന്നിട്ട് നല്ല രസമായിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. ഇതുപോലെ വേരിഗേഷൻ വന്ന എല്ലാ പ്ലാന്റും വേരിഗേഷൻ വന്ന് തുടങ്ങണേ ഉള്ളൂ. ചിലതിൽ കുറച്ച് വൈറ്റ് കളറൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ സൈസ് വരുന്നത് ഈ ഒരു സൈസായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് തന്നെ വെച്ചത് ഇതുപോലെ പ്ലാന്റ്സ് വരും എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല വൈറ്റ് ഷെയ്ഡ്, ഇതുപോലത്തെ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഹാങ് ചെയ്ത് കിടക്കുമ്പോഴത്തേക്കും. അതിൻ്റെ കൂടെ ഫ്ലവറും കൂടി വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ഫ്ലവർ തന്നെയാണ്, കുറച്ചും കൂടി വ്യത്യാസമുള്ളൊരു ഫ്ലവർ ആയിരിക്കും. ഇതുപോലെ ഈ ഒരു വേരിഗേഷൻ ലീഫിൽ ഇതുപോലത്തെ ഫ്ലവേഴ്സ് വരും. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. 180 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ്. ഇതൊരു ബ്ലാക്ക് വെറൈറ്റിയാണ്. ഇതുപോലെ നല്ല ഡാർക്ക് കളർ വരും. അതുപോലെ സ്റ്റെമ്മ് നല്ല മെറൂൺ ഷെയ്ഡായിരിക്കും. ഇതൊക്കെ നമ്മൾ ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല വലിപ്പം വെക്കുകയും ചെയ്യും. നമുക്ക് സ്റ്റിക്കിലൊക്കെ നിർത്താൻ പറ്റിയ പ്ലാന്റാണ്. ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ സ്റ്റെം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സ്റ്റിക്ക് കൊടുത്ത് പ്ലാന്റ്സ് നല്ല രീതിയിൽ വളർത്താനും പറ്റും. അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് വെറൈറ്റി ഈ ഒരു പ്ലാന്റാണ്. നെക്സ്റ്റ് വെറൈറ്റി ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ വൈറ്റ് നൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതുപോലെ റൗണ്ട് ലീഫായിരിക്കും. പിന്നെ ഇതുപോലത്തെ വേരിഗേറ്റഡ് ലീഫ് കയറി വരും. പ്ലാന്റ് മെച്യൂർഡ് ആവും തോറും ചില ലീഫൊക്കെ നല്ല പ്യുവർ വൈറ്റ് തന്നെയായിട്ട് വരും. ചിലത് ഇതുപോലെ ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് കയറി വരും. വൈറ്റ് നൈറ്റിൻ്റെ പ്ലാന്റ് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും വൈറ്റ് നൈറ്റിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റാണ്. നമ്മൾ കോംബോയിൽ കൊടുക്കുമ്പോൾ റേറ്റ് കുറവിന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കോംബോസൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് കോംബോസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇത് നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഇതിൻ്റെ ഗ്രീൻ വെറൈറ്റി ഉണ്ടാവും. കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിൽ കാണുന്നൊരു വെറൈറ്റിയാണ്. ഇതുപോലെ വേരിഗേഷൻ വന്ന വെറൈറ്റിക്ക് നല്ല റേറ്റ് കൂടുതലുമാണ്. ഇതുപോലെ പ്ലാന്റ് മെച്യൂർഡ് ആകുന്തോറും നല്ല വേരിഗേഷൻ വരും. നല്ല വേരിഗേഷൻ വരുമ്പോൾ ആ ഒരു ലീഫിന് നല്ല ഭംഗിയുമാണ്. സാധാരണ നമ്മൾ കാണുന്ന ലീഫിനേലും ഇതിൻ്റെ ഗ്രീൻ വെറൈറ്റിയുടെ ലീഫിനേലും നല്ല വലിപ്പം വെക്കുന്ന ലീഫുകളാണ്. നല്ല കുറച്ച് പ്ലാന്റിൻ്റെ ലീഫ് കുറച്ചിങ്ങനെ നീണ്ട് വന്നിട്ടാണ്, നീളം വെച്ചിട്ടാണ് ലീഫ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. വീഡിയോയിൽ കുറച്ച് എഡിറ്റിംഗ് പ്രോബ്ലം വന്നുകൊണ്ടാണ് ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ആഡായിപ്പോയി. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു 4 വെറൈറ്റി പ്ലാന്റാണ് നമ്മൾ ഒരു കോംബോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിലോഡൻഡ്രോണിൻ്റെ 4 വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് 400 ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള 4 വെറൈറ്റീസാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ ജയ്പോങ് പ്ലാന്റാണ്. നമ്മുടെ സൂപ്പർ വൈറ്റ് പോലെ തന്നെ ജയ്പോങ് പ്ലാന്റ് മെച്യൂർഡ് ആകുന്തോറും ഗ്രീൻ ഷെയ്ഡ് മാറി നല്ല റെഡ് ഷെയ്ഡ് മാത്രമായിട്ട് വരും. നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിലോട്ട് മാറും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഈ ഒരു റെഡ് ഷെയ്ഡ്, ഡാർക്ക് റെഡ് ഷെയ്ഡായിട്ട് വരും പ്ലാന്റ് ലീഫുകൾ. പുതിയ ലീഫുകൾക്ക് അതുപോലത്തെ റെഡ് ഷെയ്ഡ് കയറി വരും.
ഗ്രീൻ ഷെയ്ഡ് മാറി വരും പൂർണ്ണമായിട്ട്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും. ഈ ഒരു സൈസ് നല്ല രസമാണ്. ഈ ഒരു വെറൈറ്റി ജയ്പോങ് റെഡിൻ്റെ നല്ല വൈറ്റ് സ്റ്റെമ്മൊക്കെയാണ്. വൈറ്റ് സ്റ്റെമ്മിൽ ഇതുപോലെ തന്നെ നല്ല റെഡ് ഷെയ്ഡ് വരുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. 250 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് വെറൈറ്റിയാണ്. ഇതുപോലെയാണ് ലീഫ് വരുന്നത്. ഇതിൻ്റെ ID കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റേറ്റിന് ഇത് കൊടുക്കുന്നത്. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ്. ഒരു 350 ഒക്കെ റേറ്റ് വരുന്നൊരു പ്ലാന്റാണ്. കാരണം നല്ല വലിപ്പമുണ്ട് പ്ലാന്റിന്. ഈ ഒരു സൈസ് വലിപ്പമുള്ള പ്ലാന്റും അതുപോലെ തന്നെ കളറുള്ള പ്ലാന്റ്സിനൊക്കെ റേറ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ നല്ല ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സൊക്കെ നമ്മുടെ അടുത്ത് അധികം അവൈലബിൾ അല്ല. 275 ആണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് പീകോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് കുറച്ച് റെയറായിട്ടുള്ള പ്ലാന്റും നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. ഇതുപോലെ ഗ്രീൻ ഷെയ്ഡിൽ ഇതുപോലെ ഒരു യെല്ലോയും വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്. 275 ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് തരുന്നത്. അപ്പോൾ ഇതൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നെക്സ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് നല്ല അടിപൊളി ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ മാക്സിമം സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക. കോൾ ഒഴിവാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ DTDCയിലാണെങ്കിൽ നമ്മൾ DTDCയിൽ തന്നെയാണ് കൊറിയർ അയക്കുന്നത്. അപ്പോൾ പ്ലാൻസ് ഇന്ന് അയച്ചിട്ട് നാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഈ ഒരു സൈസ് പ്ലാന്റിന് 270 ആണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ 270ക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ട്രൈ കളറിൻ്റെ വെറൈറ്റിയാണ്. ട്രൈ കളറിൻ്റെ പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ 200 റുപ്പീസ് 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പുതിയ നല്ല വീഡിയോസൊക്കെ ഇട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.